എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മന്തി മസാലയുടെ റെസിപ്പിയാണ് പറയുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ്, ബീഫ് മന്തി റെസിപ്പിയാണ്. അതിന് വേണ്ട മസാലയാണ് ഫസ്റ്റ് എടുക്കുന്നത്. മല്ലി 1.5 സ്പൂണ്, മുളക് 1 സ്പൂണ്, ചെറിയ ജീരകം, നല്ല ജീരകം 1 സ്പൂണ്, വലിയ ജീരകം 1 സ്പൂണ്, ഗരം മസാല 1 സ്പൂണ്, കുരുമുളക് അതും 1.5 സ്പൂണ്. ഇത്രയും കൂടെ ചൂടാക്കണം. ചൂടാക്കി അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ കഴുകി വെച്ചേക്കുന്ന ബീഫ് അതൊരു കുക്കറിലെടുത്തിടുക. അതിലോട്ട് നമ്മൾ മന്തിയുടെ മസാല പൊടിച്ച് വെച്ചിരുന്നത് അതും ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ എടുക്കുന്ന ബീഫിന് കണക്കാക്കിയുള്ള, അത് ചിക്കനായാലും ബീഫായാലും എടുക്കുന്ന അതിനനുസരിച്ച് വേണം മസാലയും നമ്മൾ ഇടാനായിട്ട്. ഇതിപ്പോൾ അതിനായിട്ട് ഞാൻ 2.5 സ്പൂൺ മന്തി മസാല പൗഡർ ഇട്ടായിരുന്നു. പിന്നെ സവാള, ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും അതിൻ്റെ കൂടെ ഇടണം. ഇപ്പം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. പിന്നെ ഒരു സ്പൂൺ വിനാഗിരി, രണ്ടാമത് ഒഴിച്ചത് 1 സ്പൂൺ വിനാഗിരി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്യണം. മന്തി മസാലപ്പൊടി ആദ്യം ഇട്ടതും ബാക്കിയില്ല, തക്കാളി, പച്ചമുളക്, സവാള, മല്ലിയില, പിന്നെ സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 സ്പൂൺ വിനാഗിരി. ഇത് ഇത്രയും നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഒരു 6 വിസിലോളം ബീഫ്, ഒരു 6 വിസിലോളം നമ്മൾ വിസിലടിച്ചെടുത്തത് നല്ല മയത്തിൽ വെന്ത് കിട്ടാൻ. അത് വേകുന്ന സമയത്തിന് റൈസ് ഉണ്ടാക്കാനായിട്ട് വെള്ളം അടുപ്പിൽ വെച്ച് അതിൽ പട്ട, ഗ്രാമ്പു, 1 സ്പൂൺ ഓയിൽ, ഉപ്പ് ഇത് ഇത്രയിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ച് സമയത്ത് അരി കുതിരാനിട്ടായിരുന്നു. അരി ഒരു മണിക്കൂർ മുമ്പേ അരി വെള്ളത്തിടണം. അരി ഇപ്പം ഞാൻ വെള്ളം തിളയ്ക്കുന്ന സമയം അത് ഊറ്റി വെക്കുകയും ചെയ്തിട്ട് ഇപ്പം അരി വെള്ളം തിളച്ചപ്പോൾ അരി ഇടുകയും ചെയ്ത്. ഇതിപ്പോൾ ചോറ് വെന്ത് മാറ്റി വെച്ചേക്കുന്നതാണ് അത് കണ്ടത്. പിന്നെ ഒരു പാലിൽ ആ ഇറച്ചി ഇതെല്ലാം ഇട്ട് നമ്മൾ വെന്ത ഇറച്ചി ഇച്ചിരി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചൊന്ന് വറ്റിക്കണം. നല്ലപോലെ ഒന്ന് വറ്റണം, നല്ല വെള്ളം വറ്റണം. ആ വെള്ളം വറ്റുന്ന സമയത്ത് ആ മാറ്റി വെക്കുന്ന ആ ഫ്രൈ പാനിൽ ഒരു 4-5 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് വേണം ഇത് ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിയെടുക്കണം. പിന്നെ ചോറിനൊത്തിരി മസാലയുടെ ഗ്രേവി അങ്ങനെ ഒത്തിരി വേണ്ടാത്തവർക്കാണെങ്കിൽ ഇതിൽ നല്ലപോലെ വറ്റിച്ചെടുക്കാം, നല്ല ഡ്രൈ ആക്കി എടുക്കാം. ഇതിപ്പം നമുക്ക് ചോറിൽ ഇച്ചിരി മസാലയുടെ ആ ഒരു ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ട് ഒത്തിരി വറ്റിച്ചിട്ടില്ല. പിന്നെ അതിൽ നിന്ന് തന്നെ നമ്മൾ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അങ്ങ് കുറച്ച് ഒരു 2 സ്പൂണോളം കോഴി മാറ്റി വെക്കണം. അത് ചോറിനകത്ത് ഇപ്പം മന്തി മസാലയുടെ ആദ്യം ഉണ്ടാക്കി പൗഡർ ഒരു തുള്ളി ഇങ്ങനെ തൂവി കൊടുത്തിട്ട് എണ്ണയും ഇറച്ചിയിൽ നിന്ന് കോഴിയെടുത്ത എണ്ണയും അതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം ആവി കയറ്റാൻ വെക്കുന്നത്. ഒരാവി കയറണം. ഇത് ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് അതിൽ തന്നെ ഒരു 3-4 പച്ചമുളകും ആവി തന്നെ ഒന്നിരുന്ന് അത് വെന്തും കിട്ടും.
അടച്ചു വെച്ച് ആവിയിലിടുന്നതിന് ശേഷം തുറന്നതാണത്. നല്ല ചോറൊട്ട് ഒരു ഒത്തിരി വേവുകയും ചെയ്യരുത്. ഒരു 90% ചോറേ വേവിക്കാവുള്ളൂ. ഇച്ചിരി ആവി വെക്കുമ്പോൾ ഒന്ന് വേവുകയും ചെയ്യും. നല്ലപോലെ വെന്ത് കഴിഞ്ഞ് ആവി വെക്കുമ്പോൾ അതങ്ങ് കുഴഞ്ഞു പോകുന്നു. ഇതൊരു 80% ഒക്കെ വേവായിട്ട് ഇനി മാറ്റണം. ബാക്കി ഇത് അടച്ചു വെച്ച് ആവിയിലിരിക്കുമ്പോൾ ബാക്കി ഇരുന്നങ്ങ് വേവുകയാണ്. ചോറ് നല്ല പരുവമായി വരും. ഇത് തക്കാളി ചട്നിയാണ്. അത് എളുപ്പമാണ് ഉണ്ടാക്കുന്നത്. അത് മന്തിയിലൂടെ അത് കൂട്ടി കഴിക്കാൻ നല്ലതാണ്. പിന്നെ സാലഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.